സ്വാഗതം. ടോപ് 10ലേക്ക്. UDFന് അനുകൂല സൂചന നൽകി കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾക്കപ്പുറം ഒരു പടി കൂടി കടന്ന് തൂക്കുസഭയുടെ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു ഇന്ന് പുറത്തുവന്ന ടുഡേയ്സ് ചാണക്യയുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഈ പ്രവചനങ്ങളെല്ലാം കൊണ്ടും തള്ളിയും അവകാശവാദങ്ങളുമായി സജീവമായിരുന്നു മുന്നണികളും. എന്തായാലും മെയ് 4-ന് യഥാർത്ഥ ജനവിധി പുറത്തു വരുന്നതുവരെയും ഈ കണക്കിലെ കളികളെല്ലാം, അതിലെ കൺഫ്യൂഷനുകളെല്ലാം ഇങ്ങനെ തുടരുക തന്നെ ചെയ്യും. വിശദമായി നോക്കാം ഇന്ന് സംഭവിച്ചത് എന്തൊക്കെയെന്ന്. ആദ്യം തലക്കെട്ടുകൾ. എക്സിറ്റ് പോളിൽ അവകാശവാദവുമായി മുന്നണികൾ. കൂടുതൽ സീറ്റുകൾ നേടുമെന്ന് UDF. ഭരണവിരുദ്ധ വികാരമില്ലെന്നും മുഖ്യമന്ത്രിയാകാൻ യോഗ്യത പിണറായി വിജയനെന്നും MV ഗോവിന്ദൻ. എക്സിറ്റ് പോളിൽ VD സതീശന് ലഭിക്കുന്ന പിന്തുണ ജനവികാരമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. UDF അധികാരത്തിലെത്തിയാൽ ഭരിക്കുന്നത് ലീഗായിരിക്കുമെന്നും മാറാട് ആവർത്തിക്കുമെന്നും വെള്ളാപ്പള്ളി. കേരളത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്നും തൂക്കുമന്ത്രിസഭയ്ക്ക് സാധ്യതയെന്നും ടുഡേയ്സ് ചാണക്യയുടെ പ്രവചനം. UDFന് നേരിയ മുൻതൂക്കം ലഭിക്കും. NDA 7 മുതൽ 11 സീറ്റ് വരെ നേടുമെന്നും പ്രവചനം. പശ്ചിമബംഗാളിൽ അട്ടിമറി വിജയം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിൽ BJP. യഥാർത്ഥ ജനവിധി തനിക്കൊപ്പമെന്ന് മമതാ ബാനർജി. അസമിലും പ്രതീക്ഷയർപ്പിച്ച് BJP. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ഇനി പോസ്റ്റൽ വോട്ടിന് അനുമതിയില്ല. ഇടക്കാല ഉത്തരവ് വേണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. വോട്ട് നിഷേധിച്ചത് ഉന്നയിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് ഹർജിയിലെന്നും കോടതി. സസ്പെൻഷന് പിന്നാലെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി B. അശോക്. തുടർഭരണം ഉറപ്പാക്കാൻ IAS കോക്കസ് പ്രവർത്തിച്ചുവെന്നും KM എബ്രഹാം അമിതാധികാര പ്രയോഗം നടത്തിയെന്നും വിമർശനം. സസ്പെൻഷൻ അംഗീകാരമായി കാണുന്നുവെന്ന് B. അശോക്. ഹോർമുസിൽ പുതിയ അധ്യായം തുറക്കുമെന്നും അമേരിക്ക പരാജയപ്പെട്ടുവെന്നും ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖംനേയി. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 യുദ്ധത്തിനായി അമേരിക്ക ഇതുവരെ ചിലവാക്കിയത് $25 ബില്യൺ എന്ന് കണക്കുകൾ. എന്ത് വില കൊടുത്തും ആണവായുധ നിർമ്മാണം തടയുമെന്ന് അമേരിക്ക. സംസ്ഥാനത്ത് വേനൽ മഴ എത്തിയതോടെ വൈദ്യുതി ഉപഭോഗം കുറഞ്ഞു. മലയോര മേഖലകളിൽ കനത്ത മഴ. പാലക്കാട് ചെമ്മണ്ണൂരിൽ ഓട്ടോയ്ക്ക് മുകളിൽ മരം വീണ യുവതി മരിച്ചു. 2 പേർക്ക് പരിക്ക്. കാസർഗോഡ് പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന 4.5 വയസ്സുകാരി മരിച്ചു. തൃശൂർ കോടാലിയിൽ പാമ്പുകടിയേറ്റ് മരിച്ച ആൽജോയുടെ സഹോദരൻ അനൂഷ് ആശുപത്രി വിട്ടു. ട്രംപിന്റെ വാദം വീണ്ടും തള്ളി ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ സ്വമേധയാ നിർത്തിയതെന്നും പാകിസ്ഥാനെതിരെ ദീർഘകാല യുദ്ധത്തിന് ഇന്ത്യ പൂർണ്ണ സജ്ജമായിരുന്നുവെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പാകിസ്ഥാൻ അന്താരാഷ്ട്ര ഭീകരവാദത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്ന വിമർശനം. IPL-ൽ ബംഗളൂരുവിനെതിരെ ഗുജറാത്തിന് 156 റൺസ് വിജയലക്ഷ്യം. മുംബൈയുടെ തുടർച്ചയായ തോൽവിയിൽ ഹാർദിക് പാണ്ഡ്യക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം. ഡ്രസ്സിംഗ് റൂമിൽ സിഗരറ്റ് വലിച്ച രാജസ്ഥാൻ നായകൻ റിയാൻ പരാഗിന് കനത്ത പിഴ ചുമത്തി BCCI. അധ്യാപകർക്ക് KTET യോഗ്യത നിർബന്ധമാക്കിയ വിധി പുനഃപരിശോധിക്കണമെന്ന ഹർജികൾ തുറന്ന കോടതിയിൽ വാദം കേൾക്കും. സുപ്രീം കോടതി 45ഓളം ഹർജികൾ പരിഗണിക്കുക. മെയ് 13-ന് ICSE ISC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. കേരളത്തിന് റെക്കോർഡ് വിജയം. 10ാം ക്ലാസ്സിൽ 99.96%, 12ാം ക്ലാസ്സിൽ 99.97% വിജയം. സ്റ്റോറി ഓഫ് ദ ഡേ. കരവിരുതിൽ വിരിഞ്ഞ ഗിന്നസ് റെക്കോർഡ്. തിരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച് ഇടത് വലത് മുന്നണികൾ. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്നും മുഖ്യമന്ത്രിയാകാൻ പിണറായി വിജയൻ യോഗ്യനെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണവും ഇന്ന് വന്നു. അതേസമയം എക്സിറ്റ് പോളുകളിൽ പറഞ്ഞതിനേക്കാൾ അധികം സീറ്റുകൾ ലഭിക്കുമെന്നാണ് UDF നേതാക്കളുടെ പ്രതീക്ഷയും പ്രതികരണവും. ഫലമറിയുന്ന ദിനം UDFന്റേതാണെന്ന് ഉറപ്പിക്കുന്നു ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ.
നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ ഏജൻസികളുടെ എക്സിറ്റ് ഫലങ്ങൾ പുറത്തുവരുമ്പോഴാണ് ഇടതു വലതു മുന്നണികൾ അതിൽ കൂടുതൽ സീറ്റുകൾ നേടുമെന്ന അവകാശവാദവുമായി രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. എക്സിറ്റ് ഫലങ്ങൾ UDFന് അനുകൂലമാണെങ്കിലും 100-ലധികം സീറ്റുകൾ നേടി വിജയിക്കുമെന്നാണ് നേതാക്കളുടെ പ്രതികരണം. മുഖ്യമന്ത്രി ആരെന്ന തീരുമാനം 4-ാം തീയതിക്ക് ശേഷമെന്നും ഇവർ പറയുന്നു. ഞങ്ങളിപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ തീരുമാനമാണ്, AICCയുടെ നിർദ്ദേശമാണ്. ഇത്തരം കാര്യങ്ങളിൽ ഒരു തുറന്ന ചർച്ചയ്ക്ക് വേണ്ട സാഹചര്യം വേണ്ട എന്നുള്ളതാണ് തീരുമാനം. അതനുസരിച്ച് മാത്രം മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. 4-ാം തീയതിയുള്ള റിസൾട്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണ്. അതിനുശേഷമുള്ള കാര്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. ഞങ്ങൾ മുമ്പ് സൂചിപ്പിച്ചതാണ്, അതിനെ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. 4-ാം തീയതി വോട്ടെണ്ണിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് കേരളത്തിൽ UDFന്റെ ഒരു ഭരണത്തിനുള്ള വഴിയാണ് തുറക്കുന്നത്. ഞാൻ അത്തരം കാര്യങ്ങളോടൊന്നും പ്രതികരിക്കുന്നില്ല. ഇന്നിപ്പോൾ ആവശ്യം UDF ഭരണം വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരള കോൺഗ്രസ് മത്സരിച്ച 8 സീറ്റുകളിലും വിജയം നേടുമെന്ന് തൊടുപുഴയിലെ UDF സ്ഥാനാർത്ഥി അൻപു ജോൺ ജോസഫും പറഞ്ഞു. അതേസമയം കേരളത്തെ സംബന്ധിച്ച് യാതൊരു ഉത്കണ്ഠയുമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സംസ്ഥാനത്ത് ജനവിരുദ്ധ വികാരമില്ല. മുഖ്യമന്ത്രിയാകാൻ പിണറായിയാണ് യോഗ്യനെന്നാണ് സർവേ പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ഉത്കണ്ഠയില്ല. ഇപ്പോൾ വന്ന സർവേ 2 കാര്യം വളരെ വ്യക്തതയോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. 1, ഗവൺമെൻറ് വിരുദ്ധ വികാരമില്ല. 2, കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ഏറ്റവും പ്രമുഖനായ നേതാവ് പിണറായി വിജയനാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ മുഖവിലക്കെടുക്കില്ലെന്നായിരുന്നു CPM പാലക്കാട് നേതാവ് NN കൃഷ്ണദാസിന്റെ പ്രതികരണം. ബേപ്പൂരിൽ വിജയം ആവർത്തിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും പ്രതികരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ. മുൻകാലങ്ങളിൽ തെറ്റിപ്പോയ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് LDF എക്സിറ്റ് ഫലങ്ങളെ തള്ളുന്നത്. അതേസമയം കോഴിക്കോട് ജില്ല തൂത്തുവാരുമെന്നാണ് DCC അധ്യക്ഷൻ K പ്രവീൺകുമാർ പറയുന്നത്. താൻ തോറ്റാൽ മൊട്ടയടിക്കുമെന്ന് പറഞ്ഞ PV അൻവർ റിയാസിനെ വെല്ലുവിളിക്കുന്നുമുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഒട്ടും അമ്പരപ്പില്ലാതെയാണ് LDF നേതൃത്വം പ്രതികരിക്കുന്നത്. കരുതലോടെയായിരുന്നു നേതാക്കളുടെ പ്രതികരണങ്ങൾ. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ഉള്ളതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായോ എന്ന് ഈ ഘട്ടത്തിൽ പറയാനാവില്ല. കോൺഗ്രസിൽ നടക്കുന്ന മുഖ്യമന്ത്രി ചർച്ച നിലവിലെ ജനാധിപത്യത്തെ അപഹസിക്കുന്നതാണ്. 90 സീറ്റ് വരെ കിട്ടുമെന്നത് MV ഗോവിന്ദന്റെ വിലയിരുത്തലാണ്. എത്ര സീറ്റ് കിട്ടുമെന്ന കണക്കിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എത്ര സീറ്റ് എന്ന് പറയുന്നത് ഒരിക്കൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറഞ്ഞത് 90 സീറ്റിലധികം കിട്ടും. അത് അദ്ദേഹത്തിൻ്റെ ഒരു വിശകലനമാണ്. കണക്ക് അത് പാർട്ടിക്കകത്തുള്ളതല്ലേ. ആ പരിശോധന പാർട്ടിക്കകത്ത് മാത്രമാണ്, അത് പുറത്ത് പറയുന്ന പരിശോധനയല്ല. ആ പരിശോധനയൊക്കെ ഞങ്ങൾ മനസ്സിലുണ്ട്, നിങ്ങൾ കൂട്ടിക്കൂടി. അതുകൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബും പ്രതികരിച്ചു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിനകത്തും എക്സിറ്റ് പോൾ പറഞ്ഞതൊന്നും ഫലപ്രഖ്യാപനത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പേരാമ്പ്ര മെറ്റീരിയൽ റൂം തുറന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഹൈക്കോടതി ഇടപെടലിലൂടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി വീഡിയോ കോൺഫറൻസിന് അവസരമൊരുങ്ങിയെന്ന് പറഞ്ഞ DCC അധ്യക്ഷൻ കൗണ്ടിംഗ് സമയത്ത് ആവശ്യമെങ്കിൽ VVPAT എണ്ണാൻ ആവശ്യപ്പെടുമെന്നും കൂട്ടിച്ചേർത്തു. എക്സിറ്റ് പോൾ ഫലങ്ങളുടെ അപ്പുറത്തായിരിക്കും ജനവിധിയെന്നും പ്രവീൺ കുമാർ. എക്സിറ്റ് പോളിൽ കോഴിക്കോടിൽ 9 മുതൽ 11 വരെ സീറ്റുകളാണ് പ്രവചിച്ചത്. ആ ഏജൻസിയോട് നന്ദിയുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം അതുക്കുമേലെയുള്ളൂ. അതേസമയം അനൗൺസ്മെന്റ് വിവാദവുമായി ബന്ധപ്പെട്ട് റിട്ടേണിംഗ് ഓഫീസർക്ക് മുമ്പാകെ ഹാജരായി TP രാമകൃഷ്ണൻ വിശദീകരണം നൽകി. ബേപ്പൂരിൽ പരാജയപ്പെട്ടാൽ തലമൊട്ടയടിച്ച് കാതിൽ കമ്മലിട്ട് കിഡ്സൺ കോർണർ മുതൽ മിഠായി തെരുവ് വഴി റെയിൽവേ സ്റ്റേഷൻ വരെ നടക്കുമെന്ന് PV അൻവർ പ്രതികരിച്ചു. തോറ്റാൽ മുഹമ്മദ് റിയാസ് തലയെങ്കിലും മൊട്ടയടിക്കുമോ എന്ന് വെല്ലുവിളിക്കുകയാണ് PV അൻവർ. മൊട്ടയടിച്ച് കാതിൽ 2 കമ്മലുമിട്ട് കിഡ്സൺ കോർണറിൽ നിന്ന് ആരംഭിച്ച് മിഠായി തെരുവിലൂടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ തയ്യാറാണ്. മുഹമ്മദ് റിയാസ് കമ്മലിടണ്ട, മൊട്ടടിക്കാൻ തയ്യാറുണ്ടോ? എക്സിറ്റ് പോൾ ഫലങ്ങളോ മുന്നണികളുടെ കണക്കുകൂട്ടലുകളോ ഏതാകും ശരിയാവുക എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ നിരീക്ഷകരും ജനങ്ങളും. അമൃത ന്യൂസ്, കോഴിക്കോട്.
മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ ചർച്ചകളിൽ മുസ്ലിം ലീഗിന്റെ കൂറ് വി.ഡി. സതീശനോട് എന്ന സൂചനകളാണ് ഇന്ന് പുറത്തുവന്നത്. സതീശന് ലഭിക്കുന്ന പിന്തുണ ജനങ്ങളുടെ അഭിപ്രായമാണെന്നാണ് മനസ്സിലാക്കേണ്ടതെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഒപ്പം എക്സിറ്റ് പോളുകൾ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം നൽകുന്നുവെന്നും തങ്ങൾ മലപ്പുറത്ത് പ്രതികരിച്ചു. അതെ, അതങ്ങനെ തന്നെയാണല്ലോ. ആളുകൾ ആ രീതിയിൽ വിധിയെഴുതുന്നു. ആളുകളുടെ അഭിപ്രായം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എക്സിറ്റ് പോളിൽ തന്നെയാണല്ലോ വന്നിട്ടുള്ളത്. ആളുകൾ ആ രീതിയിൽ വിധി എഴുതിയിട്ടുണ്ടാവും. അതിപ്പോൾ ഞങ്ങൾ അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണല്ലോ തീരുമാനിക്കേണ്ടത്. അവർ ജനവികാരത്തെയൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ഏജൻസിയാണ് പറഞ്ഞിരുന്നതെങ്കിൽ നമ്മളിപ്പോൾ അങ്ങനെ വിശ്വസിക്കേണ്ടിയിരുന്നില്ല. പക്ഷേ ഒരു 8-9ഓളം ഏജൻസികൾ ഒരേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ സത്യം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പിന്നെ കഴിഞ്ഞ കുറേ കാലമായിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഫലം തന്നെ കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം അന്ന് മുതലേ തന്നെ ഉണ്ട്. അതുപോലെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അത് വ്യക്തമായി. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഫൈനൽ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ എക്സിറ്റ് പോളുകളിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം ഇന്നുണ്ടായി. സർവേ ഫലം എപ്പോഴും ശരിയാകണമെന്നില്ല. UDF ജയിച്ചാൽ ഭരണം ലീഗിൻ്റേതായിരിക്കും. അങ്ങനെയെങ്കിൽ മാറാട് ആവർത്തിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും പിണറായി വിജയൻ അധികാരത്തിലെത്തണമെന്നാണ് ആഗ്രഹം. LDF പാവപ്പെട്ടവർക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. എന്തായാലും യഥാർത്ഥ വിധിക്ക് 4-ാം തീയതി വരെ കാത്തിരിക്കാമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഈ സർവേ ഫലം എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല. അതിൽ തെറ്റായും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കണക്കുകൂട്ടുന്ന ഒരു ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും പിണറായി ഗവൺമെൻറ് വരുമെന്നാണ്. ഒരുപക്ഷെ എൻ്റെ ആഗ്രഹമായിരിക്കാം. തെറ്റാകാം, ശരിയാകാം. അതുപോലെ ലീഗിൻ്റെ വക്താവായിട്ടാണല്ലോ സതീശൻ നിൽക്കുന്നത്. അതുകൊണ്ട് സതീശന് എപ്പോഴും ഇത്തരം തനിക്കും തന്നെയുടെ ഓർത്ത് എന്തും പറയുന്നതിന് വലിയ ശക്തി ആരാണ്? ലീഗാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഒരു UDF ഭരണം വന്നാൽ ലീഗ് ഭരിക്കുന്നതിൻ്റെ അർത്ഥം ലീഗിൻ്റെ ഭരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് അരാജകത്വം വല്ലതും ഉണ്ടാകുമോ? ഇവിടെ മാറാട് എത്ര എണ്ണം ഉണ്ടാകും? എന്തെല്ലാം കുഴപ്പം അവർ സൃഷ്ടിക്കും. എക്സിറ്റ് പോൾ ഏജൻസികൾ സാമ്പിൾ ശേഖരിക്കാൻ ഗ്രാമങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന കാര്യം പരിശോധിക്കണമെന്ന് CPM നേതാവും തൃക്കരിപ്പൂരിലെ LDF സ്ഥാനാർത്ഥിയുമായ ഡോക്ടർ VPP മുസ്തഫ. നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ പോളുകളെല്ലാം നടക്കുന്നത്. തൃക്കരിപ്പൂരിൽ കംഫർട്ടബിൾ മാർജിനിൽ വിജയിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി VPP മുസ്തഫ അമൃത വാർത്തകളോട് പറഞ്ഞു. ചെങ്കോട്ടയായ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ കോൺഗ്രസ് വിജയിക്കുമെന്ന സർവേ ഫലം സംബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. എക്സിറ്റ് പോളുകളിൽ ഏജൻസികൾ എടുക്കുന്ന സാമ്പിളിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ നിലയിലുള്ള ഒരു സംശയം നിൽക്കുന്നുണ്ട്. കാരണം ഈ സാമ്പിളുകൾ പലപ്പോഴും നഗരങ്ങൾ കേന്ദ്രീകരിച്ചാകുന്നുണ്ടോ എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോളുകൾ വേണ്ടത്ര കൃത്യതയോടുകൂടി വരാതിരിക്കാൻ കാരണമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ തൃക്കരിപ്പൂരിൻ്റെ അനുഭവം എന്താ? 2021 വോട്ടെണ്ണിയപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ നാളിതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരുന്നു. 26,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് CM രാജഗോപാലൻ 2ാം തവണ 2021 തൃക്കരിപ്പൂരിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFും LDFും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന ടുഡേയ്സ് ചാണക്യയുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ. UDFിനാണ് നേരിയ മുൻതൂക്കം. UDF 69 മുതൽ 78 സീറ്റ് വരെ നേടുമെന്നാണ് പ്രവചനം. 40% വോട്ട് വിഹിതം ലഭിക്കും. LDF 38% വോട്ട് വിഹിതം നേടി 64 മുതൽ 73 വരെ സീറ്റ് നേടിയേക്കാം. NDA 20% വോട്ട് നേടുമെന്നും 7 മുതൽ 11 വരെ സീറ്റുകൾ ലഭിക്കുമെന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. അസമിൽ BJP നേതൃത്വം നൽകുന്ന NDA സഖ്യം വലിയ വിജയം നേടുമെന്നാണ് പ്രവചനം. ബംഗാളിലും BJP നേതൃത്വം ഭരണത്തിലെത്തുമെന്നാണ് എക്സിറ്റ് പോൾ ഫലം. പശ്ചിമബംഗാളിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്ക് സമാനമായി അട്ടിമറി വിജയമുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. കടുത്ത ഭരണവിരുദ്ധ വികാരമാണ് റെക്കോർഡ് പോളിംഗിലൂടെ പ്രതിഫലിച്ചതെന്നാണ് BJPയുടെ നിഗമനം. എന്നാൽ യഥാർത്ഥ ജനവിധി തനിക്കൊപ്പമാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മമതാ ബാനർജി. അസമിലും BJPക്ക് ഭരണ തുടർച്ചയാണ് എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാട്ടിയത്. SIR-ന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയ ബംഗാൾ ആര് പിടിച്ചെടുക്കുമെന്ന് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് രാജ്യം. പുറത്തുവന്ന എക്സിറ്റ് പോളുകൾക്ക് സമാനമായി 170-ൽ കൂടുതൽ സീറ്റുകൾ നേടി ബംഗാളിൽ ആദ്യമായി ഭരണം പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പ്. 2 ഘട്ട വോട്ടെടുപ്പിലും രേഖപ്പെടുത്തിയ റെക്കോർഡ് പോളിംഗ്
തൃണമൂലിനെതിരായ ഭരണവിരുദ്ധ വികാരമാണെന്നും തൃണമൂൽ കോട്ടകൾ പലതും തകർന്നടിയുമെന്നുമാണ് BJPയുടെ നിഗമനം. പുറത്തുവന്ന എക്സിറ്റ് പോളുകളിൽ 2 മാത്രമാണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് ഭരണ തുടർച്ച പ്രഖ്യാപിച്ചത്. എന്നാൽ യഥാർത്ഥ ജനവിധി തനിക്കൊപ്പമാകുമെന്നും ബംഗാൾ ഒരിക്കലും BJPക്ക് മുൻപിൽ കീഴടങ്ങില്ലെന്നുമാണ് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ആത്മവിശ്വാസം. സംസ്ഥാനത്തെ രാഷ്ട്രീയ ചിത്രത്തിൽ നിന്ന് തന്നെ അപ്രസക്തമായി പോയ CPM-ഉം കോൺഗ്രസും തിരിച്ചുവരവിനുള്ള പോരാട്ടം നടത്തിയെങ്കിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കില്ല എന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളും ചൂണ്ടിക്കാട്ടിയത്. കൂടാതെ 126 അംഗ അസം നിയമസഭയിൽ BJP ഹാട്രിക് വിജയം നേടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിച്ചത്. എക്സിറ്റ് പോളിനും അപ്പുറം 100-ലധികം സീറ്റുകൾ നേടിക്കൊണ്ടായിരിക്കും അസമിൽ BJPയുടെ 3ാം വിജയമെന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം. ദീർഘകാലം അസം ഭരിച്ചിരുന്ന കോൺഗ്രസിന് 30-ൽ കൂടുതൽ സീറ്റുകൾ നേടാനാകില്ലെന്നും പ്രവചനമുണ്ട്. സ്വതന്ത്ര ഭാരതത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയ ബംഗാളിൽ BJP അട്ടിമറി വിജയം നേടുമോ എന്നാണ് ദേശീയ രാഷ്ട്രീയത്തിലെ ചൂടുപിടിച്ച ചർച്ച. ദീദി മോദി പോരാട്ടം നടന്ന മണ്ണിൽ എക്സിറ്റ് പോളുകൾ BJPക്ക് മുൻതൂക്കം നൽകുമ്പോഴും ജനങ്ങൾ കൈവിടില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് മമതാ ബാനർജി. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്. തമിഴ്നാട്ടിൽ അധികാര തുടർച്ചയുണ്ടാകുമെന്ന ഭൂരിപക്ഷം എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുമ്പോൾ അത് DMK സഖ്യത്തിന് ആശ്വാസമാവുകയാണ്. എന്നാൽ 128 മുതൽ 147 സീറ്റുകൾ വരെ നേടി NDA സഖ്യം അധികാരത്തിൽ വരുമെന്നാണ് ടൈംസ് നൗ പറയുന്നത്. NDA അധികാരത്തിലെത്തുമെന്ന് CNN-ഉം പറയുന്നു. അതേസമയം വിജയുടെ TVK 18 മുതൽ 24 സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് ശേഷം അണ്ണാ DMK-യും നടൻ വിജയുടെ പാർട്ടിയായ തമിഴക വെട്രി കഴകവും അടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് അഭ്യൂഹം. രഹസ്യ ചർച്ച നടക്കുന്നുണ്ടെന്നാണ് വിവരം. തിരഞ്ഞെടുപ്പ് ഫലത്തെ ആശ്രയിച്ചായിരിക്കും ചർച്ചകൾ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുക. കൊൽക്കത്തയിൽ നാടകീയ രംഗങ്ങളാണ്. സ്ട്രോങ് റൂമിൽ കൃത്രിമം നടത്തുന്നുവെന്നാരോപിച്ച് തൃണമൂലിന്റെ ധർണയും പ്രതിഷേധവും. ഖുദിറാം അനുശീലൻ കേന്ദ്രയിലുള്ള സ്ട്രോങ് റൂമിൽ കൃത്രിമത്വം നടന്നുവെന്നാരോപിച്ച് തൃണമൂൽ സ്ഥാനാർത്ഥികളായ കുനാൽ ഘോഷ്, ശശി പാഞ്ച എന്നിവരും പ്രവർത്തകരുമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജിയും സ്ഥലത്തെത്തി. സ്ട്രോങ് റൂമിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അതിനിടെ TMC പ്രവർത്തകരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും സ്ട്രോങ് റൂമുകളിലും കനത്ത ജാഗ്രതയും കാവലും വേണമെന്ന് നേരത്തെ മമത ആഹ്വാനം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ട് നിഷേധിച്ചതിനാൽ പോസ്റ്റൽ വോട്ട് അനുവദിക്കണമെന്നുള്ള സർക്കാർ ജീവനക്കാരുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. വോട്ടെണ്ണലിന് തൊട്ടു മുൻപായി ഇനി വോട്ട് ചെയ്യാനാകില്ലെന്നും വോട്ടവകാശം നിഷേധിച്ചെന്ന് പരാതിയുള്ളവർക്ക് തിരഞ്ഞെടുപ്പ് ഹർജിയുമായി സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 20,000-ഓളം പേർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാനായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് NGO യൂണിയൻ ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയെ സമീപിച്ചത്. പോസ്റ്റൽ വോട്ട് ചെയ്യാൻ അവസരം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. വോട്ടെണ്ണൽ ദിവസം രാവിലെ വരെ പോസ്റ്റൽ വോട്ട് ചെയ്യാനും അത് വരണാധികാരിയെ ഏൽപ്പിക്കാനും അവകാശമുണ്ടെന്നായിരുന്നു ഇവരുടെ വാദം. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ എതിർത്തു. പോസ്റ്റൽ വോട്ടിന് പ്രത്യേക സംവിധാനം ഒരുക്കിയിരുന്നതായും ആ സംവിധാനത്തിലൂടെ മാത്രമേ വോട്ട് ചെയ്യാനാവുകയുള്ളൂ എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ പറഞ്ഞത്. വോട്ടെണ്ണുന്നതുവരെ വോട്ട് ചെയ്യാൻ സർവീസ് വോട്ടർമാർക്ക് അവകാശമുള്ളൂവെന്നും കമ്മീഷൻ അറിയിച്ചു. പോളിംഗിനായി ഫെസിലിറ്റേഷൻ സെന്ററുകൾ ഉണ്ടായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച വീഴ്ചകളാണ് വോട്ട് ചെയ്യാൻ കഴിയാത്തതിന് കാരണമെന്നും കമ്മീഷൻ കോടതിയിൽ വാദിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദങ്ങൾ അംഗീകരിച്ചാണ് ഇനി പോസ്റ്റൽ വോട്ട് ചെയ്യാനാകില്ലെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. സസ്പെൻഷന് പിന്നാലെ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഡോക്ടർ B. അശോക് IAS. സസ്പെൻഷനെ അംഗീകാരമായി കണക്കാക്കുന്നു. കാലാവധി കഴിഞ്ഞ സർക്കാരിന്റെ നടപടിയാണ് സസ്പെൻഷൻ. എല്ലാ തരത്തിലും പരാജയം ഏറ്റുവാങ്ങിയതിന്റെ നാണക്കേട് മറയ്ക്കാനാണ് തനിക്കെതിരെയുള്ള നടപടിയെന്നും അശോക് ആരോപിച്ചു. കഴിഞ്ഞ 5 വർഷം നടന്നത് എബ്രഹാമിന്റെ അമിതാധികാര പ്രയോഗമാണ്. തുടർഭരണം ഉറപ്പാക്കാൻ IAS കോക്കസ് പ്രവർത്തിച്ചുവെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഏപ്രിൽ 9-ാം തീയതി കേരളത്തിലെ വോട്ടർമാർ ഡിസ്മിസ് ചെയ്ത ഒരു ഗവൺമെൻറ്റിൻ്റെ സസ്പെൻഷൻ ഉത്തരവാണ്. അപ്പോൾ അത് തൽക്കാലം മേശപ്പുറത്തിരുന്നാൽ മതി. പുതിയ ഗവൺമെൻറ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം തന്നെ അത് പിൻവലിക്കപ്പെടുമെന്നും സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടുമെന്നും എനിക്ക് മറ്റേതൊരു പൗരനെയും പോലെ കാരണമില്ലാത്ത ഉത്തരവായതുകൊണ്ട് തന്നെ വോയിഡ് അബ് ഇനിഷ്യോ ആയിട്ട് അത് പിൻവലിക്കപ്പെടുമെന്നും
തൽസ്ഥിതി പുനഃസ്ഥാപിക്കപ്പെടും, അതിൻ്റെ മുന്നിലുള്ള സ്ഥിതി പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നടപടിയും അതിന് ആവശ്യമില്ല. കാലാവധി കഴിഞ്ഞ സർക്കാരിന്റെ ഉത്തരവാണ് നിലവിലുള്ളത്. പോകുന്ന പോക്കിൽ ശത്രുക്കൾക്കെതിരെ വെടിയുതിർത്ത് പോവുക എന്നതാണ് സർക്കാരിന്റെ നിലപാട്. എല്ലാ പോരിലും പരാജയപ്പെട്ട് നാണം കെട്ട പരാജയം ഏറ്റുവാങ്ങിയതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടൽ നടത്തി എന്നൊരു ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് 4 മണിയോട് കൂടിയിട്ട് എനിക്കൊരു സസ്പെൻഷൻ ഓർഡർ തരികയാണുള്ളത്. രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെല്ലാം താളം തെറ്റി. വിരമിച്ച ഉദ്യോഗസ്ഥരെ നിയമിച്ചതിലും വിമർശനമുണ്ട്. വളരെ കൂടുതൽ അന്വേഷണവും വളരെ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസും ആവശ്യമുള്ള ഒട്ടേറെ ക്രമക്കേടുകളുടെ നീണ്ട നിരകൾ തന്നെ ഞാൻ ഈ പരാമർശിച്ച സ്ഥാപനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അത് ഇന്നത്തെ ദിവസം അതിലേക്ക് കടക്കുന്നത് അനവസരത്തിലാണ്. കാരണം ഞാനൊരു പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറുകയാണ് എന്ന് പറഞ്ഞേക്കാം. അത് അതിൻ്റെ സമയത്ത് വിസിറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. കിഫ്ബി CEO KM എബ്രഹാമിന്റെ അമിതാധികാര പ്രയോഗത്തിനെയും തുറന്നുകാട്ടി ബി അശോക്. ശ്രീ KM എബ്രഹാം മന്ത്രി പദവി കൂടി അസ്യൂം ചെയ്തതിന് ശേഷം സംസ്ഥാന ഗവൺമെൻറ്റിലെ രണ്ടാമനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാന ധനകാര്യ വകുപ്പിനെ മറികടന്ന് നിരവധി അവസരങ്ങളിൽ അദ്ദേഹം ഉദ്യോഗസ്ഥർക്കും മറ്റ് മന്ത്രിമാർക്കും വരെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. 5000-6000 കോടി ഒരു വർഷം വായ്പയായിട്ടും ഗ്രാൻഡായിട്ടും കിഫ്ബിക്ക് ലഭ്യമാവുന്നു. ഏകദേശം 40,000 കോടി രൂപയോളം ഏതൊരു വകുപ്പിനേക്കാളും വലുതാണ് കിഫ്ബിയുടെ ധനവിനിയോഗം. അപ്പോൾ ഇത് കയ്യിൽ വരികയും കിഫ്ബി സർക്കാരിനേക്കാൾ ശക്തമായൊരു സ്ഥാപനമാണെന്ന് വരികയും ചെയ്തതോടുകൂടി എങ്ങനെയത് പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷേ സർക്കാരിലെ ഒരു ഭരണഘടനാ ബാഹ്യ അധികാര കേന്ദ്രമായിട്ട് അദ്ദേഹം വളർന്നിട്ടുണ്ട്. കിഫ്ബി, വയനാട് പുനരധിവാസം തുടങ്ങിയവയിലെ ഫണ്ട് വിനിയോഗം പരിശോധിക്കണമെന്നും IAS ഉദ്യോഗസ്ഥരോടുള്ള അടിമനോഭാവം മാറുന്നതുവരെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആണവ മിസൈൽ ശേഷി ഇറാന്റെ ദേശീയ സ്വത്താണെന്നും അത് തങ്ങൾ സൂക്ഷ്മമായി സംരക്ഷിക്കുമെന്നും ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖംനേയി. ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾ അവസാനിപ്പിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഖംനേയിയുടെ പ്രസ്താവന. പേർഷ്യൻ ഉൾക്കടൽ ദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സന്ദേശത്തിലാണ് പ്രസ്താവന. ഗൾഫ് മേഖലയ്ക്ക് അമേരിക്കയില്ലാത്ത ഒരു ഭാവി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മേഖലയെ അസ്ഥിരപ്പെടുത്തുന്നത് US സൈനിക സാന്നിധ്യമാണ്. സ്വന്തം സൈനിക താവളങ്ങൾ പോലും സംരക്ഷിക്കാൻ സാധിക്കാത്ത അമേരിക്ക എങ്ങനെ ഗൾഫിന് സുരക്ഷയൊരുക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. ഇറാനെതിരായ യുദ്ധത്തിന് ഇതുവരെ $2,500 കോടി ചെലവായതായി അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് US കോൺഗ്രസിന്റെ സായുധ സേനാ കമ്മിറ്റിക്ക് മുൻപിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. റിപ്പോർട്ടിലേക്ക്. അമേരിക്ക ഇറാൻ യുദ്ധം 2 മാസം പിന്നിട്ടപ്പോഴാണ് ചെലവ് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവരുന്നത്. ഇന്ത്യൻ രൂപയിലാക്കിയാൽ ഇത് 2 ലക്ഷം കോടിയിലേറെയാകും. 14 അമേരിക്കൻ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായും അധികൃതർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിരോധ ബജറ്റ്, ഇറാൻ സംഘർഷം തുടങ്ങിയ വിഷയങ്ങളിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരായത്. ഇറാനെതിരെ യുദ്ധക്കളത്തിൽ US അതിശയിപ്പിക്കുന്ന സൈനിക വിജയം നേടിയെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. Well, their nuclear facilities have been obliterated. Underground, they're buried, and we're watching them 24/7. So we know where any nuclear material might be. We're watching it. 2027 സാമ്പത്തിക വർഷം പ്രതിരോധ വകുപ്പിന് $1.5 ട്രില്യൺ ബജറ്റ് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധത്തെ വിമർശിക്കുന്ന ഡെമോക്രാറ്റുകളെയും ചില റിപ്പബ്ലിക്കൻ അംഗങ്ങളെയും അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ഇതോടെ യോഗത്തിൽ പലവട്ടം തർക്കങ്ങളുണ്ടായി. യുദ്ധത്തിന്റെ ലക്ഷ്യമെന്താണെന്നും എപ്പോൾ അവസാനിക്കുമെന്നുമുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് വിമർശനമുയർന്നു. യുദ്ധം മൂലം അമേരിക്കയുടെ ആയുധശേഖരം കുറയുന്നുവെന്ന വാർത്തകളിലും പ്രതിപക്ഷ കക്ഷികൾ വിശദീകരണം തേടി. ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ചെലവഴിക്കേണ്ട തുകയാണ് ട്രംപ് യുദ്ധത്തിൽ കൊണ്ട് തുലച്ചതെന്ന് ഡെമോക്രാറ്റുകൾ കടുത്ത വിമർശനമുയർത്തി. അതിനിടെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിൽ എണ്ണവില ഉയരുകയാണ്. ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 കടന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കനത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ വേനൽമഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴയാണ് ലഭിച്ചത്. കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാനത്ത് വേനൽ മഴയെത്തിയതോടെ കനത്ത ചൂടിന് അല്പമൊരാശ്വാസം ജനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ശക്തമായ ഇടിയും മിന്നലോടും കൂടിയുള്ള മഴ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി എന്നീ 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
24 മണിക്കൂറിൽ 115 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാമെന്നാണ് അറിയിപ്പ്. കോട്ടയം, ഇടുക്കി, വയനാട്, മലപ്പുറം ജില്ലകളിൽ വെള്ളിയാഴ്ചയും ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, വയനാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ശനിയാഴ്ചയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അറിയിപ്പ് പ്രകാരം അടുത്ത 5 ദിവസത്തേക്ക് സംസ്ഥാനത്തുടനീളം മഴ ലഭിച്ചേക്കും. കനത്ത ചൂടിൽ വലയുന്നതിനിടയിലാണ് മഴ എത്തിയത്. വേനൽ മഴയെത്തിയത് മൺസൂണിലും നല്ല മഴ ലഭിക്കുന്നതിന്റെ മുന്നോടിയായാണെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കഠിനമായ ചൂടിനെ തുടർന്ന് സർവ്വകാല റെക്കോർഡിലേക്ക് കുതിച്ചിരുന്ന വൈദ്യുതി ഉപഭോഗത്തിൽ കുറവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത വേനൽ മഴയെ തുടർന്ന് നേരിയ തോതിൽ ചൂട് കുറഞ്ഞതാണ് വൈദ്യുതി ഉപയോഗം കുറയാൻ കാരണമായത്. ലോഡ് വർധനവ് മൂലമുണ്ടായിരുന്ന സാങ്കേതിക തടസ്സങ്ങൾക്കും ഇതോടെ പരിഹാരമായി. കഴിഞ്ഞ ദിവസം ഒരിടത്തും വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നില്ല എന്ന് KEB വ്യക്തമാക്കി. കനത്ത മഴയിൽ അട്ടപ്പാടിയിൽ ഓട്ടോയ്ക്ക് മുകളിൽ മരം വീണുണ്ടായ അപകടത്തിൽ ഒരു സ്ത്രീ മരിച്ചു. മുക്കാലി ചിന്നപ്പറമ്പ് സ്വദേശിനി 42-കാരി സോണിയാണ് മരിച്ചത്. ചെമ്മണ്ണൂർ ഭാഗത്താണ് സംഭവം. ഓട്ടോ ഡ്രൈവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അട്ടപ്പാടിയിൽ പലയിടങ്ങളിലായി വലിയ 5 മരങ്ങൾ വീണു. അട്ടപ്പാടിയിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. ബംഗളൂരുവിൽ മതിലിടിഞ്ഞ് മരിച്ച സ്മിതയ്ക്കും ലതയ്ക്കും യാത്രാമൊഴിയേകി ജന്മനാട്. സ്വദേശമായ പിറവം രാമമംഗലത്ത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ പൊതുദർശന ചടങ്ങിൽ 100 കണക്കിന് ആളുകൾ ഇരുവർക്കും അന്തിമോപചാരം അർപ്പിക്കാനെത്തി. കുടുംബശ്രീ അംഗങ്ങൾക്കൊപ്പം വിനോദയാത്രയ്ക്ക് പോയപ്പോഴാണ് സ്മിതയും ലതയും കനത്ത മഴയിൽ മതിലിടിഞ്ഞ് വീണ് മരിച്ചത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റു 3 പേർ ചികിത്സയിലാണ്. കുടുംബശ്രീ ജില്ലാ മിഷൻ വിനോദയാത്ര സംഘത്തോടൊപ്പം കഴിഞ്ഞ ദിവസമാണ് രാമമംഗലത്ത് നിന്ന് സ്മിതയും ലതയും ഉൾപ്പെട്ട 6 പേർ ബംഗളൂരുവിലേക്ക് യാത്ര തിരിച്ചത്. വിമാനമാർഗമായിരുന്നു യാത്ര. ശിവാജി നഗറിൽ വെച്ച് കനത്ത മഴയെ തുടർന്ന് ഒരു ഷീറ്റിനിടയിൽ കയറി നിൽക്കുമ്പോൾ ആശുപത്രിയുടെ മതിലിടിഞ്ഞ് സ്മിതയും ലതയും ഉൾപ്പെടെ 7 പേർ മരിച്ചു. വൈകിട്ട് 5:30 അപകടം. ഈ പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരായിരുന്നു സ്മിതയും ലതയും. അംഗനവാടികൾക്കും അതുപോലെ ഗർഭിണികൾക്കുമൊക്കെ സപ്ലിമെൻ്ററി ഫുഡ് കൊടുക്കുന്ന അമൃതം ന്യൂട്രിമിക്സ് എറണാകുളം ജില്ലയിൽ 10 യൂണിറ്റാണ് അതിൻ്റെ ഉള്ളത്. അതിൽ രാമംഗലം പഞ്ചായത്തിലൊരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിലെ ജീവനക്കാരും അതിൻ്റെ ഒരു നടത്തിപ്പുകാരുമായിരുന്നു അവർ. അതിൽ നിന്ന് കിട്ടുന്ന ഒരു തുച്ഛമായ വരുമാനമായിരുന്നു ഇരു കുടുംബങ്ങളുടെ ആശ്രയം. ഈ വിമാനത്തിൽ കയറിയിട്ടില്ല എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇവരെല്ലാവരും കൂടി ആലോചിച്ച് ബാംഗ്ലൂർക്ക് പോകണമെന്ന് തീരുമാനിച്ചത്. സന്തോഷത്തോടെ യാത്ര പോയവർ ചേതനയേറ്റ് തിരികെ വന്നപ്പോൾ ഒരു നാടാകെ വിതുമ്പി. ദുഃഖം സഹിക്കാനാകാതെ സ്മിതയുടെ ഭർത്താവ് തളർന്നു വീണു. രാമമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു 2 പേരുടെയും മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചത്. നാട്ടുകാരും പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും അടക്കം ഇവിടെയെത്തി യാത്രാമൊഴി ചൊല്ലി. ജില്ലാ കളക്ടർ G. പ്രിയങ്കയും രാമമംഗലം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ലതയ്ക്കും സ്മിതയ്ക്കും അന്തിമോപചാരം അർപ്പിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന 4.5 വയസ്സുകാരി മരിച്ചു. കാസർഗോഡ് എളീരിത്തട്ടിലെ ശരത് അജിത ദമ്പതികളുടെ മകൾ ഋതു ചന്ദ്രയാണ് മരിച്ചത്. 2 ദിവസം മുൻപാണ് കുട്ടിക്ക് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റത്. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു കുട്ടി. വീടിന് സമീപം കളിക്കുന്നതിനിടെ കുട്ടിയെ പാമ്പ് കടിക്കുകയായിരുന്നു. തൃശൂർ കോടാലിയിൽ വീട്ടിൽ ഉറങ്ങുന്നതിനിടെ പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന അനൂഷ് ആശുപത്രി വിട്ടു. അങ്കമാലിയിലെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു അനൂഷ്. പൂർണ്ണ ആരോഗ്യവാനായാണ് ആശുപത്രി വിടുന്നതെന്ന് പിതാവ് സിൽജോ അറിയിച്ചു. തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്ന് അനൂഷ് പറഞ്ഞു. കഴിഞ്ഞ ഏപ്രിൽ 19-നാണ് തൃശൂർ കോടാലിക്ക് സമീപം കടമ്പോട് വസതിയിൽ അമ്മയ്ക്കൊപ്പം ഹാളിൽ നിലത്ത് കിടന്നുറങ്ങുകയായിരുന്ന അനൂഷിനും 8 വയസ്സുകാരനായ സഹോദരൻ ആൽജോയ്ക്കും പാമ്പ് കടിയേറ്റത്. അനൂഷിൻ്റെ സഹോദരൻ ആൽജോ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ സ്വമേധയാ നിർത്തിയതാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പാകിസ്ഥാനെതിരെ ദീർഘകാല യുദ്ധത്തിന് ഇന്ത്യ പൂർണ്ണ സജ്ജമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ANI സംഘടിപ്പിച്ച ദേശീയ സുരക്ഷാ ഉച്ചകോടി 2.0-ൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാകിസ്ഥാൻ അന്താരാഷ്ട്ര ഭീകരവാദത്തിന്റെ കേന്ദ്ര ബിന്ദുവാണെന്നും അദ്ദേഹം ആരോപിച്ചു. രാവണന്റെ നാഭിയിലെ അമൃത് പോലെയാണ് ഭീകരവാദം. ഒരു തല വെട്ടിമാറ്റിയാലും മറ്റൊന്ന് സജീവമാകും. ഭീകരവാദത്തെ നിലനിർത്തുന്ന ഈ ഉറവിടത്തെ ഇല്ലാതാക്കുകയാണ് വേണ്ടതെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. कि भारत की सैन्य शक्ति अब साइलोस में काम नहीं करती है, बल्कि यह एक ज्वाइंट इंटीग्रेटेड और ग्लोबल पावर के रूप में उभर चुकी है. यही कारण था कि हमने अपनी शर्तों पर, अपने समय पर उस ऑपरेशन को अंजाम दिया और अपनी शर्तों पर ही उसे हमने समाप्त भी किया.
ऑपरेशन के दौरान भी हमने प्रिसाइजली उन्हीं को टारगेट किया। IPL ബംഗളൂരുവിനെതിരെ ഗുജറാത്തിന് 156 റൺസ് വിജയലക്ഷ്യം. നിശ്ചിത ഓവറിൽ ബംഗളൂരു 4 പന്ത് ബാക്കി നിൽക്കി 155 റൺസിന് എല്ലാവരും പുറത്തായി. 40 റൺസ് എടുത്ത് ദേവദത്ത് പടിക്കലാണ് ടോപ്പ് സ്കോറർ. ഗുജറാത്തിന് വേണ്ടി അർഷാദ് ഖാൻ 3 വിക്കറ്റ് നേടി. മറുപടി ബാറ്റിംഗിൽ ഗുജറാത്ത് 5-ന് 122 റൺസ് എന്ന നിലയിലാണ്. IPL മുംബൈ ഇന്ത്യൻസിന്റെ തുടർച്ചയായ തോൽവിയിൽ നായകൻ ഹാർദിക് പാണ്ഡ്യയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം. ഹൈദരാബാദിനെതിരെ വലിയ സ്കോർ നേടിയിട്ടും ജയിക്കാൻ കഴിയാത്തതിൽ ആരാധകർ നിരാശരാണ്. പാണ്ഡ്യയുടെ തെറ്റായ തീരുമാനങ്ങളാണ് തോൽവിക്ക് കാരണമെന്നാണ് ആക്ഷേപം. ടീം മാനേജ്മെന്റും കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കുന്നതായാണ് സൂചന. പാണ്ഡ്യയെ നായക സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ആലോചനകൾ സജീവമാണ്. പകരം വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷനെ നായകനായി കൊണ്ടുവരാനാണ് മുംബൈയുടെ നീക്കമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. IPL മത്സരത്തിനിടെ ഡ്രസ്സിംഗ് റൂമിലിരുന്ന സിഗരറ്റ് ഉപയോഗിച്ചതിന് രാജസ്ഥാൻ റോയൽസ് നായകൻ റിയാൻ പരാഗിന് കനത്ത പിഴ ചുമത്തി. മാച്ച് ഫീയുടെ 25% പിഴയും ഒരു ഡിമെറിറ്റ് പോയിന്റും ചുമത്തിയതായി BCCI വ്യക്തമാക്കി. ചൊവ്വാഴ്ച പഞ്ചാബുമായുള്ള മത്സരത്തിന്റെ 16-ാം ഓവറിൽ ബ്രോഡ്കാസ്റ്റ് ക്യാമറ ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരിഞ്ഞപ്പോഴാണ് പരാഗ് സിഗരറ്റ് ഉപയോഗിക്കുന്നത് പതിഞ്ഞത്. സിഗരറ്റ് നിർമ്മിക്കാനോ ഉപയോഗിക്കാനോ വിൽപ്പന നടത്താനോ ഇറക്കുമതി ചെയ്യാനോ ഇന്ത്യയിൽ അനുമതിയില്ല. സ്റ്റേഡിയത്തിന്റെ പരിസരത്തും ഡ്രസ്സിംഗ് റൂമിലും പുകവലി പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. IPL പെരുമാറ്റച്ചട്ടത്തിന്റെ ലെവൽ 1 പരാഗ് ലംഘിച്ചതായി BCCI അറിയിച്ചു.